നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്നലെ നമ്മൾ അനാലിസിസ് നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു മാർക്കറ്റ് ഇവിടെ നിന്ന് ഒന്ന് മുകളിലോട്ട് കയറി ഈ ലെവലിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലെവലിൽ വന്നു കഴിഞ്ഞൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒന്ന് കുറച്ച് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സംഭവിച്ചിട്ടുണ്ട്. അതായത് എക്സാക്ട്ലി ഇന്നലെ പറഞ്ഞ അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു FVG ആണ്. ഒരു ചെറിയൊരു FVG അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു FVG നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ചെറിയ FVG ആണ്. അതുപോലെ തന്നെ അതിന്റെ താഴെ മറ്റൊരു FVG കൂടി ഉണ്ട്. അത് ഇത്തിരി വലിയ FVG ആണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. എന്തായാലും രണ്ടിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. താഴത്തെ FVGയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 60.591, അതുപോലെ തന്നെ 60.091 ആണ്. അതുപോലെ മുകളിലെ FVG എന്ന് പറയുന്നത് 61.266, അതുപോലെ 61.113 ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി മുകളിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് നോക്കാം. 63.492, അതുപോലെ 62.903 ആണ്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു കീ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നതിന് ശേഷം ആദ്യം വന്നതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിൽ നിന്നാണ് മുകളിലോട്ട് കയറിപ്പോയത്. വീണ്ടും ആ ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് കുറച്ച് മാർക്ക് ചെയ്യാനുണ്ട്. അതിൽ ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് ലെവലാണ്. ഇതാണ് സപ്പോർട്ട് ലെവലായിട്ട് മാർക്ക് ചെയ്തിടുന്നത്. ഈ ഒരു ലെവലിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. 59.841, അതുപോലെ 59.411 ആണ്. പിന്നെ വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഏരിയയും കൂടി ഉണ്ട്. ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് 1 ഹവറിന്റെ. അതിന്റെ പ്രൈസ് റേഞ്ച് 58.054, അതുപോലെ 57.444 ആണ്. ഇനി മുകളിലോട്ട് പോയിട്ട് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഈ ലെവല് അത്യാവശ്യം നല്ലൊരു FVG ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു റെസിസ്റ്റൻസും കൂടി ഉള്ളതാണ്. അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടേക്ക് മാർക്കറ്റ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടെ വന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയതുകൊണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 64.194, അതുപോലെ 63.708 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇതിന്റെ ഉള്ളിലുള്ള 2 ട്രെൻഡ് ലൈനുകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് ലൈനിലേക്കാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 ഹവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്ന ഈ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ട് എൻട്രി സാധ്യതയുണ്ട്. ഒരു പക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാവുന്നതാണ്. അതായത് ഏറെക്കുറെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് 50 മിനിറ്റ്സിന്റെ. അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചും ഒന്ന് മാർക്ക് ചെയ്തിടാം. അതിന്റെ പ്രൈസ് വരുന്നത് 62.511, അതുപോലെ 62.318 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത്. വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഒന്ന് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ മാർക്കറ്റ് ഒന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങും. ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിൽ നിന്നിട്ടൊരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. FVGയിൽ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ
ഒന്ന് ഇവിടെ നിന്ന് വീണ്ടും റീടെസ്റ്റ് എടുക്കാം. റീടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വീക്ക് റീടെസ്റ്റും പിന്നെ താഴോട്ടേക്ക് വരുന്നത് വലിയൊരു നല്ല രീതിയിലുള്ള ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്യാൻഡിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാം. ആ ഒരു ട്രേഡിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അതിന്റെ താഴെയുള്ള സപ്പോർട്ട് ലെവലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഇതേ പാറ്റേണിൽ തന്നെ ചെറിയൊരു വ്യത്യാസം വരാം. മാർക്കറ്റ് ഒരു പക്ഷേ ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് എത്തിയതിനു ശേഷം ഒരു ക്ലിയർ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ട്രെൻഡ് ലൈനിന്റെ മുകളിലോട്ട് വരാം. അങ്ങനെ വരികയാണെങ്കിൽ ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന റീടെസ്റ്റിലേക്ക് നമുക്ക് അടുത്തൊരു ട്രേഡ് എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന റീടെസ്റ്റ് മാത്രമല്ല, ഇവിടേക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു പാറ്റേൺ ചിലപ്പോൾ മിക്കവാറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, നല്ല സ്ട്രോങ് പാറ്റേൺ. ആ ഒരു പാറ്റേണിലേക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണിലേക്ക് ആയിരിക്കും ആദ്യത്തെ റീടെസ്റ്റ് വരിക. എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നിട്ട് വരുന്ന റീടെസ്റ്റിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനാണ്, ഹയർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് കളിക്കാം. അപ്പോൾ ആ കളി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് പാറ്റേൺ, താഴോട്ടേക്കാണെങ്കിൽ ബെയറിഷ് പാറ്റേണും മുകളിലോട്ടാണെങ്കിൽ ബുള്ളിഷ് പാറ്റേണും നോക്കി ട്രേഡുകൾ എടുക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ US ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. ഈ പറയുന്ന കീ ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ആ കീ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.